ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്രോബ്ലം നമ്പർ 17 ഡിസ്കസ് ചെയ്യുന്നു. കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ പ്രോബ്ലം നമ്പർ 17. ഫോളോയിങ് ആർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31 മാർച്ച് 2020. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 1,50,000 4 lakh കൊണ്ടുവന്നുണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് 1,50,000. റിസർവ് സർപ്ലസിൽ 1/4/2019 1,50,000. റിസർവ് സർപ്ലസ് 40,000 20,000. കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് വേബിൾ 60,000 80,000. അപ്പോൾ ഇവിടെ ആകെ ഷെയർ എത്രയുണ്ട്? 10,000. 1,50,000 12 ചെയ്യുമ്പോൾ 15,000 ഷെയറാണ് ഇവിടെ ആകെ ഉള്ളത്. ഓക്കെ. ദെൻ നോൺ കറണ്ട് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് 5 ലക്ഷം 2 ലക്ഷം. ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ 10,000 1,50,000. അത് 10,000 ഷെയർ. ഇപ്പോൾ ഇവിടെ ആകെ എത്ര ഷെയർ ഉണ്ട്? 15,000 ഷെയർ ഉണ്ട്. 15,000 ഷെയറിൽ 10,000 ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 5,000 ഷെയറാണ് മൈനോറിറ്റിയുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ. നോൺ കറണ്ട് അസറ്റ്സിൽ ട്രേഡ് റിസീവബിൾ 50,000 1,50,000. ഓക്കെ. ഇത് രണ്ട് ടോട്ടൽ 3,50,000 5 6 7 ലക്ഷം. ഓക്കെ. ഇവിടെ നമുക്ക് 4 5 6 7 ലക്ഷം 1 2 250 350. ഓക്കെ. നമുക്ക് അഡ്ജസ്റ്റിലേക്ക് വരാം. ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് അക്വയർഡ് ബൈ എച്ച് ലിമിറ്റഡ് ഓൺ 1/7/2019. പ്രത്യേകം ശ്രദ്ധിക്കുക, ഷെയർ വാങ്ങിയത് ഇടയ്ക്ക് വെച്ചാണ്. ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വർഷം തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഷെയർ അക്വയർ ചെയ്തത്. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റിൽ 3 മാസത്തെ പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിരിക്കും. ഓപ്പണിംഗ് വരെയുള്ള പ്രോഫിറ്റ് എന്തായാലും പ്രീ അക്വിസിഷനാണ്. ഷെയർ വാങ്ങുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈയിലാണ് ഷെയർ വാങ്ങിച്ചിട്ട്, ജൂലൈ 1-ാം തീയതി. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞിട്ടാണ് ഷെയർ വാങ്ങിയത്. അപ്പോൾ ഈ വർഷം തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഷെയർ വാങ്ങിയത്. അപ്പോൾ ആ 3 മാസത്തെ പ്രോഫിറ്റും കൂടി നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റേക്ക് കൂട്ടേണ്ടി വരും. ബാക്കി 9 മാസത്തെ പ്രോഫിറ്റ് ആയിരിക്കും എന്തായിട്ട് വരിക? റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ. എസ് ലിമിറ്റഡ് ഹാഡ് എ സർപ്ലസ് ഓഫ് റുപ്പീസ് 8,000 1/4/2019. 1/4/2019 8,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ബാക്കിയുള്ള പ്രോഫിറ്റ് ഈ വർഷത്തെ പ്രോഫിറ്റ് ആയിരിക്കും. അതിൽ 3 മാസത്തെ പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. ട്രേഡ് പേബിൾ ഓഫ് എച്ച് ലിമിറ്റഡ് ഇൻക്ലൂഡ് റുപ്പീസ് 10,000 ഡ്യൂ ടു എച്ച് ലിമിറ്റഡ്. ഇത് എന്താണ് ഇൻ്റർ കമ്പനി വാങ്ങിച്ചാണ്, മ്യൂച്വൽ വാങ്ങിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യും? ട്രേഡ് പേബിളിൽ നിന്നും ട്രേഡ് റിസീവബിളിൽ നിന്നും 10,000 രൂപ കുറച്ച് ചെയ്താൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത്, കൺസോളിഡേഷൻ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇൻ്റർ കമ്പനി ഓയിങ്സായ മ്യൂച്വൽ ഓയിങ്സായ ഈ ട്രേഡ് പേബിൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള എമൗണ്ട് ആയാലും നമ്മളത് കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ചെയ്തു. അത്രേ ഉള്ളൂ, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പ്രിപ്പയർ എ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ്. ഓക്കെ. ദെൻ പാരൻറ്റ് കമ്പനി എച്ച് ലിമിറ്റഡ്, സബ്സിഡറി കമ്പനി എസ് ലിമിറ്റഡ്. ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് 1/4/19 കണ്ടോ. ദെൻ ഡേറ്റ് ഓഫ് അക്വിസിഷൻ 1/7/19. അപ്പോൾ ഈ 4-ാം മാസം മുതൽ 7-ാം മാസം വരെയുള്ള പ്രോഫിറ്റും കൂടി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ. റേഷ്യോ ഓഫ് കൺട്രോൾ ടോട്ടൽ നമ്പർ 15,000 ഷെയർ ഉണ്ട്. 1,50,000 നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ലിമിറ്റഡ് കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? എച്ച് ലിമിറ്റഡ് കയ്യിൽ 10,000 ഷെയർ ഉണ്ട്. എച്ച് ലിമിറ്റഡ് കയ്യിൽ 10,000 ഷെയർ ഉണ്ട്. ഈ 10,000 ഷെയർ കഴിഞ്ഞ് ബാക്കിയുള്ള ഷെയർ 5,000 ഷെയർ മൈനോറിറ്റിയുടെ കയ്യിലുണ്ടാവും. അപ്പോൾ 10,000 × 5,000, അതായത് 10:5 ചെറുതാക്കുമ്പോൾ 2:1 വരും. അതാണ് അതിൻ്റെ വരും. ഇനി നമുക്കതിൻ്റെ കാൽക്കുലേഷനുകളൊക്കെ ഒന്ന് നോക്കാം. ജനറൽ റിസർവ് 1/4/2019 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ജനറൽ റിസർവിൻ്റെ അതിൻ്റെ ആ എമൗണ്ട് എത്രയെന്നുള്ള കാര്യം അവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. 1/4/19 തന്നിട്ടുണ്ട്. അപ്പോൾ 50,000 രൂപ ഉള്ളത് പ്രോഫിറ്റ് മുഴുവനും എന്താണ് അവിടുത്തെ ഏറ്റെടുക്കാം. പിന്നെ സർപ്ലസ് നമുക്ക് തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് മുകളിലേക്കാണ്. ആദ്യം ജനറൽ റിസർവ് മുകളിൽ. സർപ്ലസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്ര രൂപ തന്നിട്ടുണ്ട്? 8,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 8,000 രൂപ നമുക്ക് ഇവിടെ എഴുതാം. 8,000 രൂപ. ഓക്കെ. അതുകൂടാതെ 8,000 രൂപ കൂടാതെ അതൊന്ന് അതിൻ്റെ അടിയിൽ നിന്ന് കളഞ്ഞേക്കാം. ദെൻ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആകെ പ്രോഫിറ്റ് 20,000. അതിൽ 8,000 രൂപ ഓപ്പണിങ്ങിലുള്ള പ്രോഫിറ്റ്, ബാക്കി 12,000 ഉണ്ട്. ആ 12,000-ൽ 3 മാസത്തെ പ്രോഫിറ്റും കൂടി നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും? നമ്മൾ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ 3 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3,000 രൂപ വരും. 3,000 രൂപ 3 മാസത്തെ പ്രോഫിറ്റാണ്. അപ്പോൾ 8 3 11,000 രൂപയാണ് ശരിക്കും സർപ്ലസിൻ്റെ ഭാഗത്തുനിന്ന് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലേക്ക് വരുന്നത്. ജനറൽ റിസർവ് കംപ്ലീറ്റ് 1/4/2019 എന്ന് പറയുന്നത്. അപ്പോൾ 50,000 കംപ്ലീറ്റ് എഴുതി. ഇത് തുടക്കത്തിലുള്ള പ്രോഫിറ്റ് 1/4 പിന്നെ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 12. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന 20,000-ൽ നിന്നും ഓപ്പണിങ്ങിലെ പ്രോഫിറ്റ് 8,000 കുറച്ച് കഴിയുമ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 12,000. 12,000-ൻ്റെ 3 മാസത്തെ പ്രോഫിറ്റും കൂടി, കാരണം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കൂട്ടണ്ട, ഏപ്രിൽ 3,000 കൂട്ടുന്നത്. അങ്ങനെ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 58 3 61,000 രൂപ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി അത് ഡിവൈഡ് ചെയ്യുന്നത് 61,000 × 2/3. 61,000 × 2/3 40,667. ദെൻ 61,000 × 1/3 2/3 അല്ല 1/3. ഓക്കെ.
ഇവിടെ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചു 2:1 ആ റേഷ്യോയിലാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 1/3 ആയിട്ട് 2/3 അല്ല 1. മൈനോറിറ്റിക്ക് നമ്മൾ ഒരു ഷെയർ അല്ലേ കൊടുക്കണമല്ലോ 1/3. അങ്ങനെ 40,667 കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട് 20,331 ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കഴിഞ്ഞു. ഇനി കാൽക്കുലേഷൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ടു ദ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ഫ്രം 1/7/2019 to 31/3, ദാറ്റ് ഇസ് ഫോർ 9 months. അപ്പോൾ 12,000 ആകെയുണ്ട്. ആ 12,000-ൽ 9 മാസത്തെ പ്രോഫിറ്റ് മാത്രം എടുക്കുന്നു. 9 മാസത്തെ പ്രോഫിറ്റ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 മാസത്തെ പ്രോഫിറ്റ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് 9,000 രൂപ വരും. 9,000 രൂപ ആകെ 9,000 രൂപയാണ് നമ്മുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ആ 9,000-ന് ഡിവൈഡ് ചെയ്യുക. 9,000 ഇൻറ്റു 2/3, അപ്പോൾ അത്ര വരും 6,000 രൂപ വരും. 9,000 ഇൻറ്റു 1/3 അത്ര വരും 3,000 വരും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാമെന്നുള്ളതാണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണുമ്പോൾ 5,000 ഷെയറാണ് മൈനോറിറ്റിയുടെ കയ്യിലുള്ളത് നമ്മൾ പറഞ്ഞു. 5,000 ഇൻറ്റു 10 50,000. ദെൻ പ്രിഫറൻസ് ഷെയർ കംപ്ലീറ്റും മൈനോറിറ്റിയുടെ കയ്യിലാണ്. പ്രിഫറൻസ് ഷെയറിൻ്റെ എമൗണ്ട് എത്രയുണ്ട്? 50,000 ഉണ്ട്. അത് കംപ്ലീറ്റ് അവരുടെ പുറത്തുള്ള ആൾക്കാരല്ല. അതിലൊരു ഷെയർ പോലും പാരൻറ്റ് കമ്പനി വാങ്ങിച്ചിട്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ വാങ്ങണമെന്നില്ല കൺട്രോൾ കിട്ടാനായിട്ട്. ഇക്വിറ്റി ഷെയർ വാങ്ങിയാൽ മതി. ഇക്വിറ്റി ഷെയറിൻ്റെ 51% കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടും. അതിന് പ്രിഫറൻസ് ഷെയർ വാങ്ങുന്നില്ല. ദെൻ ഇതിൽ നമുക്കിനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ ആഡ് ചെയ്യാം. 20,331, അതായത് മൈനോറിറ്റിയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലെ ഷെയർ. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ എത്രയുണ്ട്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 3,000 ഉണ്ട്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 3,000. ഇനി അത് കൂടി കൂട്ടാം. അപ്പോൾ 50, 1,00,000, 1,20, 1,23, 1,23,331, 1,23,331. ഇതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കേട്ടോ. ഇനി കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ ആകുമ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതണം? ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതണം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യം തന്നെ എഴുതുമ്പോൾ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1,50,000 ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അറിയാം, അസറ്റ് സൈഡ് നോക്കിയാൽ അറിയാൻ പറ്റും. ആ എമൗണ്ട് അവിടെയാണ് എഴുതേണ്ടത്. 1,50,000 കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 1,50,000. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഈ എച്ച് ലിമിറ്റഡ് വാങ്ങിയ ഷെയറിൻ്റെ വില 1,00,000 കുറയ്ക്കുക. ദെൻ പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ 40,667. അങ്ങനെ 1,40,667 കുറയ്ക്കുക. 1,40,667. 1,40,667. അത് 1,50,000 എന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 9,333. 9,330. ഇതാണ് നമ്മുടെ ഗുഡ് വിൽ. ഓക്കെ, ഗുഡ് വില്ലും കണ്ടിന്യൂ. ഇനി കൺസോളിഡേഷൻ ഓഫ് സർപ്ലസ് ആണ്. അതിൻ്റെ സർപ്ലസ് അക്കൗണ്ട് സർപ്ലസ് മാത്രമല്ല, റിസർവ് നമ്മൾ വേറെ എഴുതണം. അപ്പോൾ എച്ച് ലിമിറ്റഡ് സർപ്ലസ് എത്രയുണ്ട് ചോദ്യത്തിൽ നോക്കുക. ബാലൻസ് ഷീറ്റ് നോക്കി എച്ച് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഉള്ളത് 40,000 രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത്. പിന്നെ ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ പാരൻറ്റ് കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ട്? 6,000 രൂപയുണ്ട്. 6,000 രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 46,000 വരും. ഇതാണ് നമ്മുടെ കൺസോളിഡേഷൻ ഓഫ് സർപ്ലസ് ബാലൻസ് ഷീറ്റിൽ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ലയബിലിറ്റിയിലേക്ക് വരികയാണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദെൻ അതിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് ചോദിച്ചതുകൊണ്ട് 4,00,000. അതിൽ പ്രത്യേകത വേറെ വ്യത്യാസമൊന്നുമില്ല. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ പാരൻറ്റ് കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എഴുതാലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പാരൻറ്റ് കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ജനറൽ റിസർവ് എത്രയുണ്ട്? അതിൽ മാറ്റമില്ല, 1,00,000. പിന്നെ കൺസോളിഡേഷൻ സർപ്ലസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയുണ്ട്? കൺസോളിഡേഷൻ ഓഫ് സർപ്ലസ് 46,000. കൺസോളിഡേഷൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ കണ്ടുപിടിച്ചാണ് 46,000. അപ്പോൾ 46,000. ദെൻ നോൺ കറണ്ട് ലൈബിലിറ്റിയിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. 1,23,331. ദെൻ ട്രേഡ് കറണ്ട് ലൈബിലിറ്റി ട്രേഡ് പേബിൾ 60,000, 80,000 കൂട്ടുക. അതിൽ നിന്ന് ഇൻ്റർ കമ്പനി വാങ്ങിച്ചാൽ 10,000 കുറയ്ക്കുക. അങ്ങനെ 10,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 14,40,000 10,000 കുറയ്ക്കുമ്പോൾ 1,30,000, 1,30,000. ദെൻ ടോട്ടൽ ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി 8,99,331. ഓക്കെ, ഇനി അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സിൽ നമുക്ക് വരുന്ന എമൗണ്ട് എത്രയാണ്? ഫിക്സഡ് അസറ്റ് കമ്പ്യൂട്ടേഴ്സൊന്നും അതിലില്ല. ഫിക്സഡ് അസറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദ്യത്തിൽ നോക്കിക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് നോക്കാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കുറേ മുകളിലാണ് കിടക്കണം അല്ലേ. ഫിക്സഡ് അസറ്റ് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അസറ്റ് എത്രയാണ് അവിടെ തന്നിരിക്കുന്നത്? ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് 5,00,000ഉം 2,00,000 തന്നിരിക്കുന്നത്. 5,00,000, 2,00,000. 5,00,000, 2,00,000 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 7,00,000 വരും. 5,00,000, 2,00,000 കൂടി കൂട്ടുമ്പോൾ 7,00,000. 7,00,000. ഗുഡ് വില്ല് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എത്രയാണ്? ഗുഡ് വില്ല് 9,331. ഓക്കെ, അത് മുകളിലത്തെ സ്പേസിലാണ് 9,331. ദെൻ കറണ്ട് അസറ്റ്സിൽ ട്രേഡ് റിസീവബിൾ. നേരത്തെ പറഞ്ഞ പോലെ അസറ്റൊക്കെ കൂട്ടുക, എന്നിട്ട് അതിന് 10,000 കുറയ്ക്കുക. ഇൻ്റർ കമ്പനി വാങ്ങിച്ച് കുറയ്ക്കുക. അപ്പോൾ 1,50,000, 50,000, 2,00,000. 2,00,000 10,000 കുറയുമ്പോൾ 1,90,000. ഓക്കെ,
ഇനി 7,90,000 9,333 കൂടുമ്പോൾ 8,99,331. ഓക്കെ, ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1,50,000 50,000 ഈ 50,000 ഈ 20,000 എഴുതാൻ പാടില്ല, അത് കൂട്ടാൻ പാടില്ല. അത് ഉപയോഗിച്ചിട്ടാണ് മറ്റു കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. ബാക്കിയുള്ളതൊക്കെ കൂട്ടി എഴുതാം. പിന്നെ ചിലതിൽ ഇൻ്റർ കമ്പനി ഓഫീസ് വരുമ്പോൾ കുറയ്ക്കണം. ഈ 1,50,000 എഴുതാൻ പാടില്ല. ഇത് കൂട്ടുമ്പോൾ ഇതിൽ നിന്ന് 10,000 കുറയ്ക്കണം, ഇത് കൂട്ടുമ്പോൾ ഇതിൽ നിന്ന് 10,000 കുറയ്ക്കണം. ഓക്കെ, കൂട്ടി മാറ്റങ്ങളുള്ളതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.